ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഉച്ച കഴിഞ്ഞപ്പം കുറച്ച് കിടന്ന് ഉറങ്ങിപ്പോയി കേട്ടോ. ഉറങ്ങി എഴുന്നേറ്റപ്പോഴാണ് ആലോചിച്ചത് മക്കൾ വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടി വൈകുന്നേരത്തേക്കൊന്നുമില്ല. ചോറൊന്നും അവർക്ക് വൈകിട്ട് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ പിന്നെ അടുക്കളയിൽ നോക്കിയപ്പം കുറച്ച് നല്ലതായിട്ട് പഴുത്ത കുറച്ച് ഏത്തപ്പഴം ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതെടുത്തൊന്ന് ആവിയിൽ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി അതോടൊപ്പം കുറച്ച് അരിപ്പൊടി കൂടെ ചേർത്ത് നന്നായൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിൻ്റെ കൂടെ ഒരു പിഞ്ച് അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ അരിപ്പൊടിയും ആ ഒരു ഏത്തപ്പഴവും എല്ലാം നന്നായി ആ ഏത്തപ്പഴത്തിൻ്റെ ആ നടുക്കലത്തെ അരി അങ്ങെടുത്ത് കളയുകയാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. ഞാനിപ്പോൾ അത് കളഞ്ഞിട്ടില്ല. അല്ലാതെ തന്നെ അരിപ്പൊടിയിലേക്ക് ആ ഏത്തപ്പഴത്തിന് നല്ലൊരു ചൂടുണ്ട്. ചൂടോട് കൂടിയാണ് അരിപ്പൊടി ഇട്ടത്. ഇനി അതോടൊപ്പം ഈ അരിപ്പൊടിയും ഏത്തപ്പഴവും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇങ്ങനെ ഒരു നല്ല ഒരു ചപ്പാത്തിയുടെയൊക്കെ ബാറ്റർ പോലെ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് അവലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അവൽ വെറുതെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്, എണ്ണയും നെയ്യും ഒന്നും ഒഴിച്ചിട്ടില്ല. എന്നിട്ട് അതങ്ങ് നമുക്ക് മാറ്റി വെക്കാം. ഇനി അതേ പാനിലേക്ക് തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ നെയ്യിലേക്ക് കുറച്ച് തിരിങ്ങിയ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ ഇട്ട് കൊടുത്ത് തേങ്ങ ഒന്ന് ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ നമുക്ക് ഇങ്ങനെ ഒന്ന് വറുത്തെടുക്കാം. അധികം അങ്ങ് മൂത്ത് പോകണ്ട, തേങ്ങയുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന അത്രയും പരുവമായാൽ മതി. ഇനി അതിലേക്ക് വറുത്ത് വെച്ച അവലും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ തേങ്ങ അവലും കൂടെ നന്നായി ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ശർക്കര പാനിയാക്കി വെച്ചിരുന്നതാണ് ഞാൻ നേരത്തെ ഇവിടെ. അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഒഴിച്ച് ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് ഇതെല്ലാം കൂടി നന്നായി ഒന്നും കൂടെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ആ ശർക്കരയൊക്കെ ഒന്ന് വറ്റി ആ തേങ്ങയിലേക്ക് അതെല്ലാം ഒന്ന് പിടിച്ച് ഒരു കുറുകിയ പരുവത്തിൽ ആക്കിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഏത്തപ്പഴവും അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു ബാറ്റർ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കുന്നുണ്ട്. അതിലേക്ക് ഈ ഒരു ശർക്കരയുടെ ആ ഒരു കൂട്ട് വെച്ച് കൊടുത്ത് നമുക്കിതൊരു കുഴക്കട്ടയുടെ ഷേപ്പിലേക്കൊന്ന് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ ചെറിയ ബോൾസായിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിൻ്റെ നടുക്കായിട്ട് ഒരു ഈന്തപ്പഴത്തിൻ്റെ ചെറിയൊരു പീസും കൂടി മുറിച്ച് വെച്ചിട്ടുണ്ട്. അതാകുമ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് കാണാനും നല്ല ഭംഗിയുണ്ട്, ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ ബാക്കി ഈ ബോൾസ് എല്ലാം ഞാൻ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ആവിയിൽ പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല സ്വീറ്റായിട്ടുള്ളൊരു